എക്സ്ക്യൂസ് മീ, ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ തന്നെ വന്ന് ഇടിച്ചെന്നോ? താനാണോ നോക്കി നടക്കാത്തെ? മുഖത്തിരിക്കുന്ന കണ്ണു തന്നെയല്ലേ? ആൻഡ് ഹൗ ഡെയർ യു അക്യൂസ് മീ? ഇന്ന് ഞാനുണ്ടല്ലോ. ഹലോ ഹലോ മാം, നിങ്ങളുടെ അമ്മ സുഹാനി മാം നിങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൺലൈറ്റ് ഹോട്ടലിൽ വെച്ചാ. നിങ്ങളുടെ അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആസ്പെയർ ഗ്രൂപ്പിന്റെ സിഇഒ ആയിട്ട് പ്രഖ്യാപിക്കാൻ പോവാ. അങ്ങനെ ഒരു പാർട്ടി നടത്തേണ്ട ആവശ്യം എന്താ? ഞാൻ ഇപ്പൊ തന്നെ ലൂമിനസ് ഗ്രൂപ്പിന്റെ കോൺട്രാക്ട് കാരണം ടെൻഷൻ അടിച്ചിരിക്കാം. മിസ്റ്റർ ശർമ്മ, മേക്ക് ഷുവർ എന്ത് വന്നാലും ലൂമിനസ് ഗ്രൂപ്പിന്റെ ആ പ്രൊജക്ട് എനിക്ക് തന്നെ കിട്ടിയിരിക്കണം. എന്നാലേ എനിക്ക് എന്റെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ആസ്പയർ ഗ്രൂപ്പിനെ ഉയരങ്ങളിൽ എത്തിക്കണം. ഐ കോൾ യു ബാക്ക്. ഹലോ, ഇയാൾ എന്താ എന്റെ ടാബിൽ നോക്കുന്നേ? ഇപ്പോ താൻ പറഞ്ഞത് നമ്മുടെ ലൂമിയസ് ഗ്രൂപ്പിന്റെ കോൺട്രാക്ടിനെ പറ്റിയല്ലേ? അതുകൊണ്ട് നീ എനിക്കത് വാങ്ങിച്ചു തരൂ. അത് പിന്നെ ഞാൻ അവിടെ തന്നെ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. നീ ലൂമിനസ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നു വല്ല ക്ലറിക്കൽ പോസ്റ്റിലും ആയിരിക്കും. താൻ വേറെ ആരോടെങ്കിലും പോയി പറ. ഇതാരും എന്നെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? യെസ് മോം. വെൽക്കം ടു ഇന്ത്യ. സഫറിന് എങ്ങനെയുണ്ട്? ഇറ്റ് വാസ് ഫൈൻ. ശരി, ആ നിധി ഖന്ന ഫാമിലിയിൽ നിന്ന് അയാൻ ഖന്നയുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് നിനക്ക്. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം വന്നത് നമ്മുടെ ഭാഗ്യ. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് അലയൻസ് വളരെ സ്ട്രോങ് ആവാൻ സഹായിക്കും. മോം, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. എനിക്ക് എന്റെ സ്വന്തം കഴിവ് കൊണ്ട് ലൂമിനസ് ഗ്രൂപ്പിന്റെ കോൺട്രാക്ട് ഒപ്പിടണം, അല്ലാതെ ആരുടെയും ഭാര്യ പദവി കൊണ്ടല്ല. നിധി, ലിസൺ ടു മീ. തീരുമാനം എടുക്കാൻ നിന്റെ കയ്യിൽ 24 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. നിന്റെ തീരുമാനം നോന്നാവാൻ പാടില്ല. God. Will you marry me? നിന്റെ പേരെന്താ? എന്റെ പേര് രാഹുൽ സിൻഹ. നീ ലൂമിസ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞേ? ഏത് പൊസിഷനിലാ? ജസ്റ്റ് ലീവ് ഇറ്റ്. ഏതെങ്കിലും ലോക്കൽ പോസ്റ്റിലായിരിക്കും. ജസ്റ്റ് ടെൽ മീ, എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ? എന്റെ ഒരു വലിയ കുടുംബ, ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും പണം തരാം. പറയാ. നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? ജസ്റ്റ് യെസ് ഓർ നോ. ഇതൊരു കോൺട്രാക്ട് കല്യാണം മാത്രമായിരിക്കും. ഒന്ന് സമ്മതിക്കോ? എന്റെ മുന്നിലാകെ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. എടോ, എനിക്കിപ്പോ തന്നെ കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്താ? ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഞാൻ ഇന്നാള് കല്യാണത്തിന് പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഓക്കെ ഫൈൻ, whatever. ഒരു സെക്കൻഡ്, താങ്ക്സ് ഫോർ ആസ്കിങ്. പക്ഷെ എനിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്ത് സഹായം? നിങ്ങളുടെ പ്രപ്പോസൽ ചെറിയൊരു മാറ്റം വരുത്താം. What are you doing? Please wait and watch. താൻ എന്റെ പ്രപ്പോസൽ നശിപ്പിക്കോ? ഇതിലൊരു കുഴപ്പമില്ല, ഇംപ്രസീവ് ആണ്. പക്ഷേ ഒരു ഇച്ചിരി പണി കൂടെ ബാക്കിയാണ്. യുനോ, ലൂമസ് TV പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നോക്കുന്നുണ്ട്. അവരുടെ എല്ലാ ഷോസും പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു TRP കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ കാര്യം ഏതാണ്ട് നടക്കുന്ന ഉറപ്പാ. Please, fine, whatever. Done. What the? നീ എന്താ ചെയ്തേ? നീ 1000 കോടിയുടെ നിക്ഷേപം ആവശ്യപ്പെട്ടോ? അത് എന്നോട് ചോദിക്കാതെ അവർക്ക് മെയിൽ അയച്ചു. ഓ ഗോഡ്, എനിക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു അവസരം ലഭിച്ചെന്നറിയോ? ഇത് കഴിഞ്ഞ ഡീല് ക്യാൻസൽ ആയാലോ? Don't worry. അതെന്തായാലും റെഡിയാ. തനിക്ക് തലയ്ക്ക് ഓളാടോ? എങ്ങോട്ടാ പോണ്ട സാർ? കരിയർ എസ്റ്റേറ്റ് ഓഫീസ്. വേർഷിക, എനിക്ക് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനുണ്ട്. മിസ് നീതിയുടെ സിഇഒ പ്രഖ്യാപന പാർട്ടിയിലേക്ക് അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും അവിടെ കാണും. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ആ സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമുക്ക് ഷിക്കയെ ഡയറക്റ്റ് ആയിട്ട് ലൂമിനസിലേക്ക് ജോലിക്ക് എടുത്തൂടെ? പിന്നെ എന്തിനു വേണ്ടിയാ ആശുപത്രിയിലേക്ക് റെക്കമെൻഡ് ചെയ്തത്? കാരണം ശിഖ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണമെന്ന് എനിക്ക് ചെറിയൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇത് അവളുടെ കൂടെ കമ്പനിയില്ലേ? ശരിയാ. ഇന്ന് ഞാൻ ശിഖയോട് എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറയുകയും ചെയ്യും. അവളെ പ്രപ്പോസും ചെയ്യും. എത്ര വർഷമുള്ള കാത്തിരിപ്പാ ഇന്നാണ് നടക്കുന്നത്. ഐ ആം ഷുവർ ശിഖയ്ക്ക് ഒരുപാട് സന്തോഷവും. Oh, hi, Shikha. Congratulations. കോളേജിന് ശേഷം ആസ്പയറില് നേരെ ബിസിനസ് ഹെഡ് സ്ഥാനോ? ഈ സ്ഥാനത്തെത്താനായിട്ട് ആളുകൾ കുറേ സമയം എടുക്കാറുണ്ട്. നിനക്ക് നല്ല ലക്കുണ്ട്. താങ്ക് യു. ലക്കൊന്നുമല്ല, എന്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാ. ഹായ് ശിഖ, കൺഗ്രാറ്റ്സ്. ദിസ് ഇസ് ഫോർ യു. ഈ ദരിദ്രവാസി എന്താ ഇവിടെ ചെയ്യുന്നത്? ശിഖ, നീയാണ് രാഹുലിനെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ലമ്മേ, ഞാൻ എന്തിനാ ഈ ദരിദ്രവാസി ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത്? ഓ, അപ്പൊ നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാണല്ലേ? ആരും വിളിച്ചിട്ടല്ല.
അതും ക്ഷണിക്കാത്തൊരു അതിഥിയെ പോലെ അല്ലേ? ആന്റി, ഞാൻ ശിഖയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്ന അവളുടെ സക്സസിന്. ഹലോ, അവൾക്ക് നിന്റെ ഒരു സർപ്രൈസിന്റെ ആവശ്യമില്ല, മനസ്സിലായല്ലോ? വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. അവൻ വന്നിരിക്കുന്നു. മോളെ ശിഖ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. എക്സ്പയർ ഗ്രൂപ്പിലെ വലിയ വലിയ ആളുകളൊക്കെ വരുന്ന സമയം. ആ സമയത്ത് ഈ നാണം കെട്ടവനെ കണ്ട അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ ഇവളുടെ പിന്നാലെ നടക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ശിഖയുടെ ബോയ്ഫ്രണ്ടാ. എന്താ, നിന്നെ വല്ല പേപ്പട്ടിങ് അടിച്ചായിരുന്നോ? നീ എന്റെ കാമുകനാണെന്നോ? നിന്നെ പോലൊരു ദരിദ്രവാസിയുടെ കൂടെ എന്റെ യൗവനവും സമയവും നശിപ്പിക്കാൻ എന്റെ സമയം അത്ര മോശമൊന്നുമല്ല. ശിഖ, നീ എന്തൊക്കെ സംസാരിക്കണം നിനക്കറിയോ? I want to marry you. കല്യാണോ? അതും എന്റെ മോളുമായിട്ടോ? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലട ചെക്ക? നിനക്ക് ഇവിടെ സ്വപ്നം കാണാൻ പോലും പറ്റൂടാ. വിദേശത്ത് നീ എന്താ ചെയ്തെന്നൊക്കെ എനിക്കറിയാം. അവിടെ പോയിട്ട് നീ ടോയ്ലറ്റ് കഴുകുന്ന പണിയല്ലേ ദാരിദ്ര്യം പിടിച്ച ആളുകൾ ചെയ്യുന്ന ജോലി. അയ്യോ ആന്റി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അമ്മ പറഞ്ഞത് ശരിയാ. ഇവനോട് ടോയ്ലറ്റ് ആയിരിക്കും കഴുകി വൃത്തിയാക്കുന്നത്. അതുകൊണ്ടാണല്ലോ 2 വർഷമായിട്ട് ഇവിടേക്ക് തിരികെ വരാതിരുന്നേ. ഈ ടോയ്ലറ്റ് കഴുകുന്നവന്റെ കയ്യില് വിമാനത്തിന്റെ പൈസയ്ക്ക് എവിടുന്ന് കിട്ടാനാ? ശിഖ, മതിയാക്ക്. ഓനോ, ഞാൻ പേടിച്ചുപോയി. അമ്മേ, ഇതൊക്കെ കേട്ടിട്ട് ഇവന് വിഷമായെന്ന് തോന്നുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ ഒന്ന് വിഷമിക്കാനുള്ള യോഗ്യതയെങ്കിലും വേണോടാ. അവൻ എന്റെ കൊച്ചിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്നു. എന്റെ മോളെ സ്പൈറൽ ഗ്രൂപ്പിന്റെ ബിസിനസ് ഹെഡ് ആവാൻ പോകുന്നവളാടാ, മനസ്സിലായോ? അറിയോ, ഇന്നിവിടെ വരാൻ പോകുന്നതേ സ്പൈറൽ ഗ്രൂപ്പിന്റെ CEO ആവാൻ പോകുന്ന ആളാ. നീ ആ ചെയർ കണ്ടോ? അത് ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, മനസ്സിലായോ? അമ്മേ, ഇവനെന്നെ കല്യാണം കഴിക്കണം പോലും. സ്വന്തമായിട്ടൊരു വട വാങ്ങിച്ചു കഴിക്കാൻ പോലും കാശില്ല. പിന്നെ പാസ്ത കഴിക്കുന്ന എന്നെ പോലെ ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യാനാ? എന്റെ മോള് പറഞ്ഞത് കേട്ടല്ലോ. നീ അവളുടെ കഴിഞ്ഞ കാലമാണെന്ന്. നിന്നെ പോലുള്ള ഒരുത്തനെ ഇന്നത്തെ അവളുടെ സ്റ്റാറ്റസിനനുസരിച്ച് പറ്റില്ലെന്ന്. അവൾ എന്ത് വേണേലും ചെയ്യും. പക്ഷെ നിന്നെ പോലൊരു ദരിദ്രവാസി അവൾ ഒരിക്കലും ജീവിതത്തിൽ അടുപ്പിക്കില്ല. Let me tell you one thing, guys. ശിഖ ഇപ്പൊ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരാൾ കാരണം. എന്താ? ഈ നീ കാരണോ? ഈ ടോയ്ലറ്റ് ക്ലീനർ കാരണോ? എന്റെ മോള് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഠിനാധ്വാനവും പരിശ്രമം കൊണ്ട് മാത്ര, അല്ലാതെ നിന്റെ വാക്കുകൊണ്ടൊന്നും അല്ലടാ. അതെ രാഹുൽ, നിനക്ക് എങ്ങനെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുക? I mean, നീ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെയും അധ്വാനത്തിനൊരു പങ്കുണ്ട്. നിന്റെ സക്സസ് ഞാൻ കാരണോ? അതെ അതെ, എനിക്കറിയാം. നീ എല്ലാ മാസവും എന്റെ മോൾക്ക് വിദേശത്ത് നിന്ന് പഠിക്കാൻ പണം അയക്കുമായിരുന്നല്ലേ? എന്നാ അതിന്റെ അർത്ഥം എന്റെ മോളെ എന്നേക്കുമായിട്ട് നിനക്ക് തരാമെന്നൊന്നുമല്ല, അവളെ കല്യാണം കഴിക്കാന്നുമല്ല. പിന്നെ രാഹുൽ, നീ എനിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയൊന്നും ചെലവാക്കിയിട്ടില്ല. ഇങ്ങനെ പണത്തിന്റെ കണക്ക് പറയാൻ. അതെ, നീ അവിടെ പോയിട്ട് എന്ത് സമ്പാദിച്ചു എന്നാ പറയുന്നേ? ഈ ചില്ലറ തൊട്ട് തന്നാലേ സഹായം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് സഹായം എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ശിഖയുടെ എഡ്യൂക്കേഷൻ ഇവിടുത്തെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ഫീസ് എത്രയെന്ന് അറിയാവുന്നല്ലോ നിങ്ങൾക്ക്. ഓ, അതിനെ കുറിച്ച് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളുടെ ആനുവൽ പാക്കേജ് എന്താണെന്ന് നിനക്കറിയോ? 15 crores. മനസ്സിലായോ നിനക്ക്? 15 കോടി രൂപ. ഈ 15 കോടിയിൽ എത്ര പൂജയുണ്ടെന്ന് അറിയോ നിനക്ക്? അതുപോലും അറിയില്ല. നിന്നെ പോലെ ഈ പിച്ചി എടുക്കുന്നവര് 100 200 അല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോടാ? രാഹുൽ, നിന്റെ എല്ലാ പണവും ഞാൻ തിരികെ നൽകാം, അതും അതിന്റെ പലിശ സഹിതം. ബ്ലഡി ഗോൾഡ് ഡിക്കർ. എന്റെ മോൾ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കാൻ വരൂന്ന് വിചാരിക്കണ്ട. നീ വേറെ ഏതെങ്കിലും ദരിദ്രവാസിയെ നോക്കടാ. വല്ല പട്ടിക്കാട്ടിന്നും കിട്ടും നിനക്ക് ചേർന്ന ഒരു പെണ്ണിനെ. ഹലോ മിസ്റ്റർ ശർമ്മ, ഞാൻ അനൗൺസ്മെന്റ് പാർട്ടിയിൽ എത്താറായി. അവിടെയെല്ലാം തയ്യാറാണല്ലോ അല്ലേ? അതെ, എനിക്ക് അധികം സമയം കളയാനില്ല, അതുകൊണ്ടാ. അതെ 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 മാം, ഞാൻ പുറത്തു തന്നെ ഉണ്ട്. എല്ലാം തയ്യാറാണ്. സ്റ്റാഫും ഒക്കെയാണ്. ഒരു ടെൻഷൻ വേണ്ട മാഡം. ഓക്കെ, ഗുഡ്. യാ, ഓക്കെ മാം, താങ്ക് യു. എന്റെ പ്രപ്പോസല് എന്താവോന്ന് ആർക്കറിയാം? ഒരു സന്തോഷ വാർത്തയുണ്ട് മാം. ലൂമസ് ഗ്രൂപ്പ് നിങ്ങളുടെ എക്സ്ക്ലൂസീവ് കോൺട്രാക്ട് പ്രപ്പോസൽ അംഗീകരിച്ചിരിക്കുന്നു മാം. എന്താ, സത്യാണോ? അപ്പൊ അയാൾ എന്നെ സത്യത്തിന് സഹായിക്കായിരുന്നല്ലേ? ദിവ്യ, എനിക്ക് എയർപോർട്ടിലെ CCTV ഫുട്ടേജ് വേണം. കൂട്ടത്തിൽ അയാളുടെ അഡ്രസ്സും എത്രയും പെട്ടെന്ന്. തീർച്ചയായും. നിങ്ങൾക്ക് അയാളോട് നേരിട്ട് നന്ദി പറയാനാണോ? അല്ല, എനിക്ക് ഇന്റലിജന്റ് ആയ പയ്യനെ കല്യാണം കഴിക്കണം.
കൺഗ്രാറ്റുലേഷൻസ് ശിഖ. താങ്ക് യു അക്ഷയ്. അമ്മ ഇത് അക്ഷയ് ഷാ, ആസ്പെക് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് മിസ് ഷായുടെ മകനാണ്. ഹലോ. എന്താ ഇവിടെയെല്ലാം ഓക്കെ അല്ലേ? ഈ ബൊക്ക ആ ഇവിടെയല്ലേ ഓക്കെയാ. ഇവിടെ ഇവനെ ഒന്ന് പുറത്താക്കിയാൽ മാത്രം മതി. വിളിക്കാത്ത വിരുന്നിനെ വലിഞ്ഞു കയറി വന്നേക്കുന്നു. എന്താടോ അച്ഛനമ്മ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? ഒരിടത്ത് ഇങ്ങനെ വലിഞ്ഞു കയറി ചെല്ലരുതെന്ന്. അച്ഛനമ്മേനും പറയുന്ന കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കൺഗ്രാറ്റ് ചെയ്യാൻ വേണ്ടി വന്ന. ശിഖ, നിന്നെപ്പോലൊരു ദരിദ്രവാസിയുടെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുന്നു. ഏയ് അതൊന്നുമല്ല. ഗേൾ ഫ്രണ്ട് എന്നൊന്നും പറയണ്ട. സ്കൂൾ ടൈം മുതൽ അവളുടെ പിന്നാലെ നടക്ക. എന്റെ മോൾക്കൊരു സ്വൈര്യം പോലും കൊടുത്തിട്ടില്ലവൻ. അത്രമാത്രം അവളുടെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്ക. നിന്നെപ്പോലൊരു തെരുവ് തണ്ടിക്ക് ഇവിടെ എന്താ കാര്യം? ഏയ് അതിനൊന്നുമല്ല. എന്റെ മോള് സ്പൈറൽ ഗ്രൂപ്പിന്റെ ബിസിനസ് ഹെഡ് ആവാൻ പോവാണല്ലോ. അപ്പൊ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പിന്നാലെ വന്നതാ. വെറും 12ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അത്ര കാശല്ലേ ഉള്ളൂ. എന്ത് 12th പാസോ? വെറും 12ാം ക്ലാസ് വരെ മാത്രം പഠിച്ച നീ ശിഖയെ കല്യാണം കഴിക്കാൻ പോകുന്നു? ഇത്രയും പഠിപ്പില്ലാത്ത ഒരാളെ അവളുടെ ഓഫീസ് ബോയ് ആയിട്ട് പോലും എടുക്കില്ല. നിന്നെ പോലൊരു ദരിദ്രവാസിയല്ല. എന്റെ മോള് കല്യാണം കഴിക്കാൻ പോകുന്നതേ മിടുക്കനും വിദ്യാഭ്യാസവും സമ്പത്തുള്ള അക്ഷയനെ പോലുള്ള ഒരുത്തനെയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നു. എന്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. എന്റെ ഡിഗ്രിക്ക് മുന്നിൽ നിങ്ങൾ കുത്തിയിരുന്ന് മേടിച്ച ഡിഗ്രി ഒക്കെ വെറും കടലാസ് പോലെയാ. ഞാൻ വേണമെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ താഴെറക്കാൻ എനിക്കൊരു നിമിഷം മതി. മനസ്സിലായോ? എന്റെ തീരുമാനം ശരിയായിരുന്നു. നിനക്ക് ശരിക്കും ഇപ്പൊ വട്ടായിരിക്കാണ്. എന്നെ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ എക്സ്പെൻസീവ് ആയ ഒരു ഗിഫ്റ്റ് ആണ്. ബ്രാൻഡ് ന്യൂ ലക്ഷറി കാർ, 10 ലക്ഷത്തിന്റെ ഡിസൈനിങ് ക്ലച്ച്, 25 ലക്ഷത്തിന്റെ പുതിയ ഫോൺ, 85 ലക്ഷത്തിന്റെ ലക്ഷറി ഹോട്ടൽ മാനട്ടൺ. ഇതെല്ലാം ശിഖ റാവത്തിന് വേണ്ടിയാണ്. ഓ മൈ ഗോഡ്, എന്റെ ശിഖമോൾക്കോ മോളെ. താങ്ക് യു. നീ കണ്ടല്ലോ ഇതൊക്കെ? ഈ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ സ്പൈറൽ ഗ്രൂപ്പ് എന്റെ മോൾക്ക് സമ്മാനായിട്ട് കൊടുത്തതാടാ. നീയൊക്കെ നിന്റെ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും ഇതുപോലെ ഒന്ന് വാങ്ങാൻ പോലും നിനക്കാവില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ ശിഖ ഈ ഗിഫ്റ്റ് ഒന്നും ഒരിക്കലും ഡിസർവ് ചെയ്യുന്നില്ല. സോറി സാർ. നീ എന്തിനാ ഭിക്ഷക്കാരനോട് സോറി പറയുന്നേ? എനിക്ക് വലിയൊരു തെറ്റുപറ്റി. ഓന്തിനെ പോലെ നിറം മാറുന്ന നിങ്ങൾ ഈ സമ്മാനത്തിന് അർഹയല്ല. താങ്ക് യു മാം. ബൈ. ആന്റി പറഞ്ഞ ശരി തന്നെയാണ്. ഞാൻ എന്റെ ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇടപെടാൻ പാടുള്ളായിരുന്നു. നിന്റെ ഈ വില കുറഞ്ഞ ബൊക്കെ എടുത്ത് പുറത്തു പോ. എന്റെ ദേഹത്ത് കഴിക്കും എന്ത് ധൈര്യം ഉണ്ടോ? രാഹുൽ, നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് ഭ്രാന്തായോ? അവനെ തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നേ? രാഹുൽ, അവനെ വിട്. കൈയെടുക്കാനാ പറഞ്ഞത്. അത് കൊള്ളാം. ഇവൻ ബൊക്കെടുത്തെറിഞ്ഞപ്പോ നിനക്ക് കുഴപ്പമൊന്നുണ്ടായിരുന്നില്ലല്ലേ? ഇത് ബൊക്കെയല്ലേ? വേറെ പൂക്കളാ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. ഇതിനാണോ നീ അവന്റെ കോളറി പിടിച്ചു ഞാൻ വലിച്ചത്? അവന്റെ കോളറി കയറി പിടിച്ചാണല്ലോ നിനക്ക് ഇത്ര വലിയ പ്രശ്നമായത്. കയ്യിലെ 10 കാശിരും ആളുകൾ ഉയർന്നാണ് വരാറ്. നീ ഇത്ര തരം താഴ്ന്നു തോന്നി ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഈ കോട്ടിട്ട കഴുതര കാര്യം, ഇവനെ ഞാൻ വഴിയെ കണ്ടോളാം. നിന്റെ വാ അടച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാമോ? എന്തോടെ നടക്കുന്നത്? അമ്മേ, ഇത് സ്പയർ ഗ്രൂപ്പിന്റെ സിഇഒ നീതി മാമിന്റെ മാനേജറാ. ഇപ്പൊ നീതിമാ ഇങ്ങോട്ട് വരാൻ പോവാ. അപ്പോഴാണോ നിങ്ങൾ ഈ കോമാളിത്തരൊക്കെ കാണിക്കുന്നത്? അമ്മേ, ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിട്ടിരിക്കും അവരെ കാണാൻ. ഈ ഇടയ്ക്കാ ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്ന് അവര് പഠനം പൂർത്തിയാക്കിയത്. അവരിതുവരെ ആരും കണ്ടിട്ടില്ല. രാഹുൽ, ഈ നാടകം ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങി പോവാമോ? നീതി മാം ഇങ്ങോട്ട് വരാൻ പോവാ. അവരുടെ മുമ്പിൽ എനിക്ക് നല്ല പേരുണ്ട്. അത് വെറുതെ നശിപ്പിക്കരുത്. ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. നീ അക്ഷയ് ഷായുടെ കോളറിലാ പിടിച്ചത്. ഒരു പട്ടിയെ പോലെ നീ ചാകും, പട്ടിയെ പോലെ. ഹലോ അച്ഛാ, എന്റെ നേരെ കൈവൊക്കിയ ഒരാളെ ഞാൻ കൊല്ലാൻ പോവാ. ബാക്കി